ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എൻ്റെ മോർണിംഗ് റൊട്ടീനാണ്. അപ്പോൾ മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇങ്ങനെ പക്കായിട്ട് രാവിലെ എണീച്ച് ചായ കുടിച്ച് അങ്ങനെ ഒന്നും കാണില്ല. എൻ്റെ മോർണിംഗ് റൊട്ടീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കലൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോന് കൊടുക്കുന്ന ഫുഡിൻ്റെയൊക്കെ വീഡിയോ ഇടുമെന്ന്. അപ്പോൾ അതാണെന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ്റെ ഫുഡ് എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുത്തു. നമ്മൾ കറിയൊക്കെ വെക്കില്ലേ പരിപ്പ്, ആ പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതൊന്ന് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുക്കണം. അപ്പോഴേക്കും എൻ്റെ മോൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവനെ ഒന്ന് പോയി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കട്ടിൽ നിന്ന് വീഴും. ഇന്ന് എനിക്ക് തീരെ വയ്യാത്തൊരു ദിവസമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് 1-2 വീഡിയോസ് കൂടുതൽ ഇടണമെന്ന് തോന്നി. അപ്പം ഞാനിത് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നല്ല മഴയുണ്ട്. മഴ പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നത്തേക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ. ക്ലാസ് അറ്റൻഡ് മാം വിളിക്കും. അപ്പോൾ അത് നമ്മൾ കുക്കറിൽ വേകാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് വന്നിട്ട് നേന്ത്രക്കായുടെ പൊടിയാണ്. പച്ച നേന്ത്രക്കായ നമ്മൾ അരിഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചതാണ്. അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴമ്പ് പോലെ ആക്കി കൊടുക്കാം. ഇത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്നും കൂടി നേർപ്പിക്കുക. ഇപ്പോൾ രാത്രി ഉറങ്ങാത്തതുകൊണ്ടൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് എനിക്കിപ്പോൾ ഉണ്ട്. പിന്നെ പോരാത്തതിന് ബാക്ക് പെയിനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമുക്ക് സുഖമില്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് അസുഖം വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് മൈൻഡ് ലെവലിൽ നമുക്ക് അസുഖമൊന്നും ഇല്ലയെന്ന് വിചാരിക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കണം എന്നല്ല പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്യാരറ്റും പരിപ്പും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക, കട്ട പിടിക്കാതിരിക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കട്ട പിടിക്കാതെ കൈ വിടാതെ ഇളക്കണം. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതായതുകൊണ്ട് ഒരു കയ്യിൽ ഫോണായതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ സിമ്മിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് ഇളക്കി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത്യാവശ്യം ഒരു തിക്കാവുന്ന പോലെ കുറുക്കിയെടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത് ലാസ്റ്റ് നമ്മളൊന്ന് മിക്സിയിലിട്ട് അടിക്കും. അപ്പോൾ ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കാനും ബുദ്ധിമുട്ടുണ്ടാവും. അതിൽ നിന്ന് തന്നെ ഈ പച്ചക്കറിയിൽ നിന്ന് തന്നെ വെള്ളം വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ കറി വെക്കാനായിട്ട് നമ്മൾ പരിപ്പ് കുക്കറിലിട്ടതായിരുന്നു, അതും കൂടെ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇതും ചെയ്തതാണ്. ഇപ്പോൾ കുറുക്കായി വരുന്നുണ്ട്. ഇനി അത് നമുക്ക് നന്നായിട്ട് ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ഒന്ന് അതിൻ്റെ ചൂടൊക്കെ പോകുന്ന വരെ ഒന്ന് വെക്കണം. അതിന് ശേഷം മാത്രം നമ്മൾ മിക്സിയിലോട്ട് ഇടാൻ പാടുള്ളൂ കേട്ടോ. മോന് മാത്രമുള്ള ജാറാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ജാറ് മാറ്റി വയ്ക്കുക. അതല്ലെങ്കിൽ അവർക്കൊരു സ്പൈസി ഒരു ടേസ്റ്റ് വരും, പിന്നെ അവരത് കഴിക്കില്ല. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക. ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട. പിന്നെ ഗീ ഞാനിതിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ച ഗീ ആണ്. ഞാൻ വീട്ടിലുണ്ടാക്കിയ ഗീ ആണ് മോന് കൊടുക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജ് കേടൊന്നും മോട്ടർ പോയി. ഇനി ഒന്നും പുതിയത് വാങ്ങിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നേരാക്കണം. അത് ഇത്ര ദിവസമായിട്ട് നേരാക്കി തന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഗീ ഫ്രിഡ്ജിൽ വെക്കണമല്ലോ, അല്ലെങ്കിൽ നാശമായി പോവും. അതുകൊണ്ട് ഞാൻ എൻ്റെ എളാപ്പാൻ്റെ വീട്ടിൽ കൊടുത്തു വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോനെടുത്തിട്ട് വന്നിട്ട് അവനെ കൊടുക്കാം. നിങ്ങൾ കാലിൽ കിടത്തിയിട്ടൊന്നും ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് കുറുക്കൊന്നും കൊടുക്കരുത്. ഞാൻ ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടില്ല. ഇതുപോലെ ഏതെങ്കിലും സീറ്ററിലോ അല്ലെങ്കിൽ നമ്മൾ മടിയിലിരുത്തിയിട്ടോ അല്ലെങ്കിൽ ബേബി ചെയറിലോ വെച്ചിട്ടൊക്കെ കൊടുത്താൽ മതി. കഴിക്കില്ല എന്ന് തോന്നുകയാണ്. ഞാനിപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. കുട്ടികൾ കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. ഇനി അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് ഭയങ്കര ദോഷമാണ്.
ഇവിടെ ഒന്നും ആക്കരുത്. ആ ഇവിടെ ഒന്നും ആക്കാൻ പാടില്ല. ഗുഡ് ബൈ. നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ. കൈമാറ്റി കൈമാറ്റി. ഇത് അമ്മ തിന്നാന്. കൈമാറ്റി കൈമാറ്റി. ഗുഡ് ബോയ്. ടേസ്റ്റ് ഉണ്ടാ ഇന്ന്? ഇന്ന് ടേസ്റ്റ് ഉണ്ടാ? കൈമാറ്റ് കൈമാറ്റ് കൈമാറ്റ്. അമ്മ മൊബൈൽ പിടിക്കല്ലേ. കൈമാറ്റ് കൈമാറ്റ് മാറ്റ്. ഗുഡ് ബൈ. ഓയ് കൈ വായിലിടരുത്. കൈ വായിലിടരുത്. കൈ കൈ കൈമാറ്റ് കൈമാറ്റ് കൈമാറ്റ്. മമ്മ തരാം. ഗുഡ്. കൈ വെച്ച് തരൂല. ഗുഡ്. ഓക്കേ ഓക്കേ ഓക്കേ. മമ്മ തിന്നേന്. ബിസ്മി ചൊല്ലിയ. ബിസ്മില്ലാഹി അവ്വലുഹു ആഖിറുഹു. കരയണ്ട, തലപ്പി കയറും. കരയണ്ട കരയണ്ട. സ്പൂണ് കച്ചാന്. കൈമാറ്റി കൈമാറ്റി. വേണ്ട.